അപരാജിതൻ എന്ന് ചൈന അവകാശപ്പെട്ട PL-15E മിസൈൽ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് തൊടുത്ത ഈ മിസൈലിനെ ലക്ഷ്യം കാണുന്നതിന് മുമ്പേ നിർവീര്യമാക്കി ഇന്ത്യയുടെ സുദർശന ചക്ര. വ്യോമമേഖലയിലെ മേധാവിത്വം അവകാശപ്പെട്ടിരുന്ന ഈ ചൈനീസ് നിർമ്മിത മിസൈലിന്റെ അവശിഷ്ടങ്ങൾ മെയ് 9 പഞ്ചാബിലെ ഹോഷിയാപൂരിൽ നിന്നും വീണ്ടെടുത്തു. ഓപ്പറേഷൻ സിന്ദൂറിനിടെ DGMO നടത്തിയ വാർത്താ സമ്മേളനത്തിനിടെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഫോട്ടോകൾ ലോകം കാണുന്നതും PL-15E നിർവീര്യമാക്കിയ ഇന്ത്യൻ സേനയുടെ ഗാഥ ലോകത്തിനു മുന്നിലേക്ക് വെളിവാക്കപ്പെടുന്നതും. പിന്നാലെ ഈ മിസൈലിന്റെ അവശിഷ്ടങ്ങൾ പങ്കുവയ്ക്കണമെന്ന ആവശ്യവുമായി ഇന്ത്യയെ സമീപിച്ചിരിക്കുകയാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള ആഗോള ശക്തികൾ. ഒരു ചൈനീസ് മിസൈലിനെ കുറിച്ചുള്ള വിവരങ്ങൾ തേടുന്നതിന് ലോകരാജ്യങ്ങൾ ഇത്രത്തോളം ഉത്സാഹം കാണിക്കുന്നത് എന്തിനാണ്? ഇതിനു മാത്രം എന്ത് പ്രാധാന്യമാണ് PL-15E മിസൈലുകൾക്കുള്ളത്? മിസൈൽ കൈമാറാൻ ഇന്ത്യ തയ്യാറാകുമോ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തേടേണ്ടതുണ്ട്. പാകിസ്ഥാന്റെ JF-17 യുദ്ധവിമാനത്തിൽ നിന്നും ഇന്ത്യയുടെ തന്ത്രപ്രധാന മേഖല ലക്ഷ്യമാക്കി പറന്ന PL-15E മിസൈൽ ആകാശത്ത് വച്ച് തന്നെ നിർവീര്യമാക്കിയ ഇന്ത്യൻ കരുത്ത്. തങ്ങൾ അനുമാനിച്ചതിനേക്കാളും ശക്തമാണ് ഇന്ത്യൻ സേനയുടെ കരുത്തെന്ന് ലോകവും തിരിച്ചറിഞ്ഞ നിമിഷം. ഒരിക്കലും തോൽപ്പിക്കാനാകില്ല എന്ന് കരുതപ്പെട്ടിരുന്ന മിസൈലാണ് ലക്ഷ്യം കാണാതെ നിർവീര്യമാക്കപ്പെട്ടത്. റഷ്യൻ നിർമ്മിത S-400ഉം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആകാശ് മിസൈലും ഉൾപ്പെട്ട ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനം രാജ്യത്തിന് കവചം തീർത്തു. ഇപ്പോഴിതാ വിശദമായ പഠനങ്ങൾക്കായി മിസൈലിന്റെ അവശിഷ്ടങ്ങൾ തേടി എത്തിയിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ. ഫൈവ് ഐസും ഫ്രാൻസും ജപ്പാനും ഇന്ത്യയെ സമീപിച്ചതായാണ് റിപ്പോർട്ടുകൾ. തീർച്ചയായും അവർ തേടുന്നത് കേവലം ലോഹാവശിഷ്ടങ്ങളല്ല, മറിച്ച് രഹസ്യങ്ങളാണ്. മിസൈലിന്റെ പ്രൊപ്പൽഷൻ, ടാർഗറ്റിംഗ് സംവിധാനങ്ങളുടെ ആന്തരിക പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാൻ എതിരാളികൾക്ക് ഇതിലൂടെ സാധിച്ചേക്കും. ചൈന രഹസ്യമായി സൂക്ഷിച്ചിരുന്ന വിവരങ്ങളാണ് ഇതെന്ന് വിഷയത്തിന്റെ തീവ്രത ഉയർത്തുന്നു. കേട്ടുവരുമ്പോൾ PL-15E ആൾ ചില്ലറക്കാരനല്ല. 10 വർഷങ്ങൾക്ക് മുമ്പാണ് മിസൈലിനെ കുറിച്ച് ലോകം അറിയുന്നത്. അമേരിക്കയുടെ AM-120 ആംബ്ര മിസൈലിനുള്ള ചൈനീസ് മറുപടി എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. ദീർഘദൂര ആക്രമണങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത ഇതിന് മാർക്ക് 5 വേഗതയിൽ വരെ സഞ്ചരിക്കാൻ കഴിയുമെന്നാണ് റിപ്പോർട്ടുകൾ. അതായത് മണിക്കൂറിൽ 6100 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കും. 200 മുതൽ 300 കിലോമീറ്റർ വരെ ദൂരപരിധിയിൽ ആക്രമണം നടത്താനും ഇതിന് സാധിക്കുമത്രേ. ഇതിലെ ESA ഗൈഡഡ് സീക്കർ റഡാറുകളുടെ കണ്ണുവെട്ടിച്ച് ലക്ഷ്യം കണ്ടെത്താനും ശത്രുവിനെ പിന്തുടരാനും സഹായിക്കുന്നു. ലോകത്തിലെ ഏറ്റവും നൂതനമായ എയർ ടു എയർ മിസൈലുകളിൽ ഒന്നാണ് ചൈനയുടെ PL-15E. ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തരായ അമേരിക്ക മുതൽ ജപ്പാൻ വരെ ഈ വിഷയത്തിൽ താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ അതിൽ വ്യക്തമായ കാരണങ്ങളുണ്ടെന്ന് ചുരുക്കം. ഒരു ഇന്റലിജൻസ് സഖ്യമാണ് ഫൈവ് ഐസ്. അമേരിക്ക, UK, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് തുടങ്ങിയവരാണ് അംഗരാജ്യങ്ങൾ. ഹ്യൂമൻ ഇന്റലിജൻസ്, സിഗ്നൽ ഇന്റലിജൻസ്, സുരക്ഷ, പ്രതിരോധ ഇന്റലിജൻസ് തുടങ്ങിയ വിവരങ്ങൾ അംഗരാജ്യങ്ങൾക്കിടയിൽ പരസ്പരം പങ്കുവയ്ക്കുകയാണ് ഈ ഫൈവ് ഐസിന്റെ ലക്ഷ്യം. ചൈനീസ് സാങ്കേതിക വിദ്യയെക്കുറിച്ച് മനസ്സിലാക്കുകയാണ് അതിലൊന്ന്. PL-15Eയുടെ വരവ് AIM-260 ജോയിന്റ് അഡ്വാൻസ്ഡ് ടാക്ടിക്കൽ മിസൈലിന്റെ വികസനം കുറെ കൂടി വേഗത്തിലാക്കാൻ അമേരിക്കയെ നിർബന്ധിതരാക്കി. PL-15Eയുടെ എഞ്ചിനീയറിംഗ്, അതിന്റെ ESA റഡാർ സീക്കർ, മിസൈലിന്റെ റഡാർ സിഗ്നേച്ചർ, ഇലക്ട്രോണിക് വാർഫെയർ പ്രതിരോധശേഷി തുടങ്ങി മിസൈലിന്റെ ദുർബലമായ പോയിന്റുകൾ വിശകലനം ചെയ്ത് ഈ രാജ്യങ്ങൾക്ക് സ്വന്തം മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താനും ഭാവിയിലെ ഭീഷണികളെ നേരിടാൻ തങ്ങളുടെ വ്യോമസേനയെ സജ്ജമാക്കാനും സഹായിക്കും. അതിവേഗം വളരുന്ന ചൈനയുടെ സൈനിക ശേഷിയെക്കുറിച്ചും ചൈനീസ് നിർമ്മിത ആയുധങ്ങളെക്കുറിച്ചും നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്നതാണ് മറ്റൊരു പ്രതീക്ഷ. ചൈന PL-17 എന്ന അടുത്ത തലമുറ മിസൈൽ വികസിപ്പിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. ഇത് കൂടുതൽ ദൂരപരിധി, നെറ്റ്വർക്ക് എനേബിൾഡ് ടാർഗറ്റൈസിംഗ്, AI ഗൈഡഡ് നാവിഗേഷൻ എന്നിവയുടെ മെച്ചപ്പെട്ട വേർഷൻ ആണെന്നും പറയപ്പെടുന്നു. എല്ലാ മേഖലയിലും അമേരിക്കയെ മറികടന്ന് ഒന്നാമതെത്തുക എന്നതാണ് ചൈനയുടെ ലക്ഷ്യം. തങ്ങളുടെ മിസൈൽ സംവിധാനങ്ങൾ നവീകരിക്കുകയാണ് ഫ്രാൻസിന്റെ ലക്ഷ്യം. ഇന്ത്യയുടെ റഫാൽ ജെറ്റുകളിൽ വിന്യസിച്ചിട്ടുള്ള മെറ്റിയർ മിസൈലിന്റെ പ്രധാന എതിരാളികളിൽ ഒരാളാണ് PL-15E. റഫാൽ ജെറ്റുകളുടെ മത്സരക്ഷമത നിലനിർത്താൻ എതിരാളിയുടെ ശക്തി എന്തെന്നും അതിന് പിന്നിലെ ശാസ്ത്രീയ വശങ്ങളും അറിഞ്ഞിരിക്കണമല്ലോ. ഇന്തോ പസഫിക്കിൽ ചൈനയുടെ സാന്നിധ്യം വർദ്ധിച്ചു വരികയാണ്. എതിരാളിക്കെതിരെ പ്രതിരോധം ശക്തമാക്കാൻ ജപ്പാനും തങ്ങളുടെ വ്യോമസേനയെ നവീകരിക്കേണ്ടതുണ്ട്. അതിർത്തി കടക്കാതെയായിരുന്നു പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ പ്രതിരോധം. അതിർത്തിയിലെ ഭീകര കേന്ദ്രങ്ങൾ ചാമ്പലാക്കിയതും പാക് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ പ്രതിരോധിച്ചതും പാകിസ്ഥാന്റെ വ്യോമത്താവളങ്ങൾ ലക്ഷ്യമാക്കി ഇന്ത്യ തൊടുത്ത മിസൈലും വ്യോമ മേഖലയിൽ ഇന്ത്യയും തങ്ങളുടെ സ്ഥാനം എന്തെന്ന് ലോകത്തിനു മുന്നിൽ ദൃശ്യമാക്കി. ലോകം വളരുകയാണ്. പുതിയ ഭൗമരാഷ്ട്രീയ പശ്ചാത്തലങ്ങൾ രൂപപ്പെടുന്നു. യൂണിപോളാർ വേൾഡ് എന്ന കാഴ്ചപ്പാട് മാറുന്നു.
ശക്തരിൽ ശക്തരാകാൻ ലോകരാജ്യങ്ങൾ കഠിന പ്രയത്നത്തിലാണ്. എതിരാളിയുടെ ശക്തിയും ദൗർലഭ്യവും അറിഞ്ഞു വേണം മുന്നേറാൻ. ഇൻഫർമേഷൻ വാർഫെയറിനൊപ്പം വ്യോമ മേഖലയിലും ആധിപത്യം ഉറപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവരും. PL-15E എന്ന ചൈനീസ് മിസൈലിന്റെ അവശിഷ്ടങ്ങൾ ഇന്ത്യയുടെ നിയന്ത്രണത്തിൽ തന്നെയാണെങ്കിലും സഖ്യകക്ഷികളുമായി വിവരങ്ങൾ പങ്കിടുന്നത് ഇന്ത്യ പരിഗണിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. US-ഉം മറ്റ് സഖ്യകക്ഷികളും ഇന്ത്യയുടെ സുരക്ഷാ പങ്കാളികളാണ്. ചൈനയുടെ സൈനിക സാങ്കേതിക വിദ്യയെക്കുറിച്ച് പഠിക്കാനും സ്വന്തം പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനുമുള്ള ഒരു സുവർണ അവസരമാണിത്. ഡാറ്റ പങ്കുവയ്ക്കലിലൂടെ ഇന്ത്യക്ക് ഈ രാജ്യങ്ങളുമായുള്ള പ്രതിരോധ സഹകരണവും ബന്ധങ്ങളും ശക്തിപ്പെടുത്താനുള്ള അവസരമാണ് കൈവന്നിരിക്കുന്നത്. അതിനാൽ തന്നെ ഇന്ത്യ ഈ വിവരങ്ങൾ തന്ത്രപരമായി പങ്കുവയ്ക്കാൻ തയ്യാറായിരിക്കും.